everyone, it's me Rahul. Welcome to Chat Talks. ഹലോ. ഇന്ന് ഫുള്ളി സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. സോ നമുക്ക് ട്രേഡ് ഒന്നും ഉണ്ടായിരുന്നില്ല നിഫ്റ്റിയിൽ. ഓക്കെ, സ്റ്റോക്സിൽ ഒരുപാട് ബിയറി സ്റ്റോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നിഫ്റ്റിയിൽ നമുക്ക് ട്രേഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ നമ്മുടെ ലെവൽസ് ഒന്നും നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിഫ്റ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇന്നലെ, അതായത് ലാസ്റ്റ് വീഡിയോയിൽ ഡേ ലോ, അതായത് നിഫ്റ്റിയുടെ ലാസ്റ്റ് ലോ അല്ലെങ്കിൽ 750 ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് താഴോട്ടുള്ള ട്രേഡ് ഉള്ളൂ എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ. സോ നിഫ്റ്റി ഹൈയും ലോയും രണ്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്ക് ഇന്നത്തെ ചാർട്ടിലോട്ട് പോകാം. ചാർട്ടിലോട്ട് പോയിട്ട് ജസ്റ്റ് നമുക്ക് നാളത്തെ അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് വരട്ടെ. ഓക്കെ, നെക്സ്റ്റ്. യെസ്. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് അല്ല സപ്പോർട്ട് ഈ 24,500 എടുക്കും എന്നായിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിഫ്റ്റി ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് വന്നിട്ടില്ല. നിഫ്റ്റി ഇവിടുന്ന് ഓപ്പൺ ചെയ്തു നമ്മുടെ ഈ നോൺ ട്രേഡിംഗ് സോൺ, അതായത് ഈ നോൺ ട്രേഡിംഗ് സോൺ നാളെ നമ്മൾ നോൺ ട്രേഡിംഗ് സോൺ തന്നെ ആയിരിക്കും. നോൺ ട്രേഡിംഗ് സോൺ. ഓക്കെ, നോൺ ട്രേഡിംഗ് സോണിലായിരുന്നു നിഫ്റ്റി. നമുക്ക് ഒന്നുകിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പോകണം. നിഫ്റ്റി ഒരു അപ് ട്രെൻഡിലോട്ട് വരണമെങ്കിൽ നമുക്ക് ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു 1% റിസ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. സോ ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. താഴോട്ട് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ നമുക്ക് അനലൈസ് ചെയ്ത് കാണിച്ചു തരാം. 1 ഡേയിൽ ഇട്ട് കഴിഞ്ഞാൽ 1 ഡേയിൽ കാണുന്നുണ്ടോ? യെസ് യെസ്. ഓക്കെ, 1 ഡേയിൽ നമ്മുടെ ട്രെൻഡ് ലൈൻ ഇങ്ങനെ. ഓക്കെ, സോറി. ഓക്കെ, ഇങ്ങനെ ട്രെൻഡ് ലൈൻ ഉണ്ട്, നമുക്കുണ്ട്. ഇന്നും ഈ ട്രെൻഡ് ലൈനിൽ തന്നെയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഇന്നും നിഫ്റ്റി ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഈ ഒരു സപ്പോർട്ട് ആക്റ്റീവ് ഉള്ളൂ. പക്ഷേ ഈ ട്രെൻഡ് ലൈൻ നിഫ്റ്റി ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. മുകളിലോട്ടുള്ള ട്രേഡ് നമ്മൾ ഒബ്വിയസ്ലി നമുക്ക് ഈ ഒരു ഹൈ അല്ലെങ്കിൽ ഈ ഒരു ഹൈ ഡേ ഹൈ എന്ന് നോക്കാം. നമുക്ക് ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകണം. എന്നാലും നമുക്ക് നാളെ മുകളിലോട്ടൊരു ട്രേഡ് ഉണ്ടാകത്തുള്ളൂ. സോ 1 ഹവറിൽ ഇട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടൊരു വിഷയം കിട്ടും. സോ നമുക്ക് ഡേ ഹൈ ആയിട്ടുള്ള ഈ ഒരു ഏരിയ നാളെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഇത്. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഈ 24,963 അതിന് 24,864 വെയിറ്റ് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ഒരു 40-60-70 പോയിന്റ്സ് ഉണ്ടാകത്തുള്ളൂ. ഡേ ലോ ഇതൊരു റെസിസ്റ്റൻസ് കൂടെയാണ് നമുക്കുള്ളത്. സോ ഈ സപ്പോർട്ട് കൂടെയാണ് ഉള്ളത്. അപ്പം ഇത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ആക്റ്റീവ് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് 24,500 വെക്കാം കേട്ടോ. 24,500 നമുക്ക് താഴോട്ട് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഉണ്ടാവും. ഓക്കെ, ബിയറിഷ് സൈഡിലോട്ട്. സോ ഇത് ക്ലിയർ വ്യൂ ആണ്. ഇതിൽ എസ്പെഷ്യലി സൈഡ് വേസ് മാർക്കറ്റ് ആയതുകൊണ്ട് ഒരുപാട് വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള ട്രേഡും, ഈ ഏരിയ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴോട്ടുള്ള സെൻറ്റിമെൻറ്റ്സും മറ്റു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കും. മീൻസ് ലോ ഒരു ഷോർട്ട് ടൈമിലോട്ട്. ഫുള്ളി ബിയറിഷ് അല്ല, മന്ത്ലി ബിയറിഷ് അല്ല, നാളെ ഇൻട്രാഡേയിൽ ഇതൊരു ബിയറിഷ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.